ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. BA സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പർ 1 മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സയൻസ്. അതിലെ പ്രധാന ടോപ്പിക്കാണ് ദ റിലേഷൻഷിപ്സ് ഓഫ് സോഷ്യോളജി വിത്ത് അതർ സോഷ്യൽ സയൻസസ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയും നരവംശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും വ്യത്യാസങ്ങളും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. ഇനി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് സോഷ്യോളജി എന്താണെന്ന് പറയണം. സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി. ആസ് എ സോഷ്യൽ സയൻസ് ഇറ്റ് അറ്റംപ്റ്റ്സ് ടു സ്റ്റഡി സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ. അതായത് സാമൂഹ്യ ജീവിതത്തെ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സോഷ്യോളജി, അതായത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രം. ബട്ട് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ലൈഫ് ആസ് എ ഹോൾ സോഷ്യോളജി റിക്വയർസ് ദ ഹെൽപ്പ് ഓഫ് അതർ സോഷ്യൽ സയൻസസ്. അതായത് ഒരു സമൂഹത്തിൽ ജീവിതത്തെ മൊത്തത്തിൽ പഠിക്കണമെങ്കിൽ സോഷ്യോളജിക്കും മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ സഹായം ആവശ്യമാണ്. വി സ്റ്റഡി എ പെർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് സൊസൈറ്റി. അതായത് ചില സാമൂഹ്യ ശാസ്ത്രങ്ങൾ സമൂഹത്തിലെ ചില ഭാഗങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന ഇപ്പോൾ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള സോഷ്യൽ സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് സോഷ്യോളജി പഠനത്തിന്. ഇവിടെ നമുക്ക് സോഷ്യോളജിയും നരവംശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. സോഷ്യോളജി ഈസ് ദ മദർ ഓഫ് ഓൾ സോഷ്യൽ സയൻസസ്. സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ മാതാവ് എന്നാണ് സോഷ്യോളജിയെ അറിയപ്പെടുന്നത്. ഹെൻസ് ഇറ്റ് ഹാസ് എ ക്ലോസ് ആൻഡ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ആന്ത്രപ്പോളജി. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജിയുമായി, നരവംശാസ്ത്രവുമായി സോഷ്യോളജിക്ക് വളരെ അടുത്ത വ്യക്തിപരമായ ബന്ധമുണ്ട്, ഇൻറ്റിമേറ്റ് ബന്ധമുണ്ട്. ദ റിലേഷൻഷിപ്പ് ഈസ് സോ ക്ലോസ് ദാറ്റ് ആന്ത്രപ്പോളജിസ്റ്റ് ലൈക്ക് A.L. ക്രോബർ കൺസിഡേഴ്സ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആസ് ട്വിൻ സിസ്റ്റേഴ്സ്. വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് നരവംശാസ്ത്രജ്ഞനായ A.L. ക്രോബർ അദ്ദേഹം പറയുന്നത് സോഷ്യോളജിയും നരവംശാസ്ത്രവും ഇരട്ട സഹോദരിമാരാണ്. ഇത് പലപ്പോഴും +1 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിഗ്രി തലത്തിൽ ഏത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും തേർഡ് ഇയർ ആണെങ്കിലും 1 വേർഡ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണിത്. A.L. ക്രോബർ കൺസിഡേഴ്സ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി ആസ് ട്വിൻ സിസ്റ്റേഴ്സ്. ദേ ഓഫൺ അപ്പിയർ ആസ് 2 names. ഈ ആന്ത്രപ്പോളജി, സോഷ്യോളജി എന്നുള്ള 2 പേരിൽ അറിയപ്പെടുന്നു എങ്കിലും ഇതൊരു സബ്ജക്റ്റ് തന്നെയാണ്, ഒരു വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആർ റെഡ്ഫീൽഡ് റെക്കഗ്നൈസ് ദ ക്ലോസ്നെസ് ബിറ്റ്വീൻ ദീസ് 2 സോഷ്യൽ സയൻസ്. ആർ റെഡ്ഫീൽഡും പറയുന്നത് ഈ 2 സോഷ്യൽ സയൻസ്, സോഷ്യോളജിയും നരവംശാസ്ത്രവും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധം അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. സോഷ്യോളജി ഈസ് എ സയൻസ് ഓഫ് സൊസൈറ്റി. ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് മെൻ ഇൻ ഗ്രൂപ്പ്. മനുഷ്യരുടെ പെരുമാറ്റം, അതായത് സമൂഹത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സാമൂഹ്യശാസ്ത്രം. ദ ടേം സോഷ്യോളജി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സോസിയസ് മീൻസ് സൊസൈറ്റി. അതായത് സോഷ്യോളജി എന്ന പദം എങ്ങനെയാണ് ഉത്ഭവിച്ചത്, അതായത് ഒരു ലാറ്റിൻ പദമായ സോസിയസ് എന്ന വാക്കിൽ നിന്ന്. ആ സോസിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം സൊസൈറ്റി എന്നുള്ളതാണ്. കമ്പാനിയൻ അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ കമ്പാനിയൻ ഓർ അസോസിയേഷൻ, ഇങ്ങനെയുള്ള അർത്ഥമാണ് സോസിയസ് എന്നുള്ള വാക്കിന്. ആൻഡ് ദ ഗ്രീക്ക് വേർഡ് ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് അല്ലെങ്കിൽ സ്റ്റഡി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹെൻസ് ദ സോഷ്യോളജി ഈസ് കൺസേൺഡ് വിത്ത് ദ അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മനുഷ്യ സമൂഹത്തിൻ്റെ അസോസിയേഷൻ, അതുമായി ബന്ധപ്പെട്ട പഠനമാണ് സോഷ്യോളജി. ഇറ്റ് ഈസ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സോഷ്യൽ ഗ്രൂപ്പ്. പ്രധാനമായും സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സോഷ്യോളജി. അതുപോലെ തന്നെ നരവംശാസ്ത്രം ഉത്ഭവിച്ചത് എങ്ങനെയാണ്? സിമിലർലി ദ ടേം ആന്ത്രപ്പോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്. ഇതും 1 വേർഡിൽ ചോദിക്കാം. 2 ഗ്രീക്ക് വേർഡ്. ഒന്ന് ആന്ത്രപ്പോസ്. ആന്ത്രപ്പോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാൻ എന്നാണ്, മനുഷ്യൻ എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി അല്ലെങ്കിൽ സയൻസ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജി എന്ന വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് സ്റ്റഡി ഓഫ് മാൻ എന്നാണ്. ആസ് എ സയൻസ് ഓഫ് മാൻ ഇറ്റ് ഡീൽസ് വിത്ത് മാൻ. ഇപ്പോൾ നമുക്കറിയാം മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നു, മനുഷ്യൻ്റെ വർക്ക്സ്, മനുഷ്യൻ്റെ ബിഹേവിയർ, പെരുമാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രപ്പോളജി.
ആന്ത്രപ്പോളജി സ്റ്റഡീസ് ദ ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻ. അതായത് സയൻസ് ഓഫ് മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? മനുഷ്യൻ്റെ പ്രവൃത്തികൾ, മനുഷ്യൻ്റെ കൾച്ചറാണ് ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ വർക്ക്സ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ, പെരുമാറ്റം, അതുപോലെ തന്നെ ബയോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻ, ഇതെല്ലാം ഉൾപ്പെടുന്നു ആന്ത്രപ്പോളജിയിൽ. ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട 3 ഡിവിഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് വിച്ച് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 3 മെയിൻ ഡിവിഷൻസ്. ആന്ത്രപ്പോളജിയിൽ ഫസ്റ്റ് ഡിവിഷൻ ഫിസിക്കൽ ആന്ത്രപ്പോളജി. അതിൽ മനുഷ്യൻ്റെ രൂപത്തെക്കുറിച്ചും അല്ലെങ്കിൽ തലയോട്ടിയുടെ വലിപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപത്തെക്കുറിച്ച്, സ്കെൽറ്റൻ്റെ ഷേപ്പ്, ഇതെല്ലാം ആണ് ഫിസിക്കൽ ആന്ത്രപ്പോളജിയിൽ വരുന്നത്. ഹെയർ, ടെക്സ്ചർ എല്ലാം തന്നെ. ആർക്കിയോളജി ആൻഡ് കൾച്ചറൽ ആന്ത്രപ്പോളജി സെക്കൻഡ് സെക്ഷൻ. അതായത് കൾച്ചർ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആദ്യകാല സമൂഹത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുരാവസ്തു ഗവേഷണം, അതായത് കൾച്ചറൽ ആന്ത്രപ്പോളജിയൊക്കെ ഇതിൽപ്പെടുന്നതാണ്. ആർക്കിയോളജി, കൾച്ചറൽ ആന്ത്രപ്പോളജിയൊക്കെ. മൂന്നാമത്തത് സോഷ്യൽ ആന്ത്രപ്പോളജി, സാമൂഹ്യ നരവംശാസ്ത്രം. ഇനി ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദാറ്റ് സ്റ്റഡി ബോഡിലി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി മാൻ. അതായത് പൂർവികരുടെ ശരീര ഘടന മനസ്സിലാക്കുവാൻ വേണ്ടി പഠനം നടത്തുന്നു. ദയവായി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ബോത്ത് പ്രിമിറ്റീവ് ആൻഡ് മോഡേൺ കൾച്ചർ. അപ്പോൾ എങ്ങനെയാണ് ആദ്യകാല ഗുഹാമനുഷ്യരുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ ആകാരം, അവരുടെ രൂപം, ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ തന്നെ മോഡേൺ കൾച്ചർ, ഇത് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി. ഇനി ആർക്കിയോളജീസ് ഇതിപ്പോൾ എങ്ങനെയാണ്? റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട്, പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ, ആർക്കിയോളജിക്കൽ എവിഡൻസസ്, നമുക്കറിയാം അവരുടെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ശവക്കല്ലറകൾ, അല്ലെങ്കിൽ ആ രീതിയിൽ അവരുപയോഗിച്ചിരുന്ന അവരുടെ മോണുമെൻറ്റ്സ്, അവരുടെ ഓരോ ബിൽഡിംഗ്. ഇപ്പോൾ നമുക്കറിയാം ഹാരപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് യാതൊരു റെക്കോർഡും ഇല്ല, ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസാണ് ഹാരപ്പൻ സൊസൈറ്റിയെക്കുറിച്ച്. അവിടെ ഗ്രേറ്റ് ബാത്ത് ഉണ്ട്, അവിടെ വലിയ വലിയ കോട്ടകൾ, ഇതൊക്കെയാണ് നമ്മളത് പുരാവസ്തു ഗവേഷകരെ അവരുടെ കൾച്ചറിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് സ്റ്റഡി ഫെസിലിറ്റേറ്റ്സ് സോഷ്യോളജിസ്റ്റ് ടു മേക്ക് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് പ്രസൻറ്റ് സോഷ്യൽ സ്ട്രക്ചർ. അപ്പോൾ ഇത് സാമൂഹ്യശാസ്ത്രത്തിനും വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തെ താരതമ്യം ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ഇത് കടമെടുക്കാറുണ്ട്. ഇപ്പോൾ സോഷ്യോളജിയിലും പഠിക്കുന്നുണ്ട് ഹാരപ്പൻ കൾച്ചർ. അപ്പോൾ അത് അന്നത്തെ സൊസൈറ്റിയിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാൻ ആർക്കിയോളജിയുടെ സഹായം ആവശ്യമാണ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഏർലി പീരീഡ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിലനിന്നിരുന്നത്, ജീവിച്ചിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായകരമാണ്. ഇറ്റ് റീകൺസ്ട്രക്ട് ദ ഒറിജിൻ, മനുഷ്യരുടെ എങ്ങനെയാണത് മനുഷ്യകുലം ഉണ്ടായത്, സ്പ്രെഡ് ആൻഡ് എവല്യൂഷൻ ഓഫ് കൾച്ചർ, അതെങ്ങനെയാണ് വ്യാപിച്ചത്, അതുപോലെ നമ്മുടെ സംസ്കാരം എന്തിൽ നിന്നാണ്, എവിടെ നിന്നാണ് ഉത്ഭവിച്ച് ഇവിടം വരെ എത്തിയത്, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ പാസ്റ്റ് സൊസൈറ്റിയുടെ റിമെയിൻസ്, അവശിഷ്ടങ്ങൾ പരിശോധിച്ചിട്ടാണ്. ബൈ എക്സാമിനിങ് ദ റിമെയിൻസ് ഓഫ് ദ പാസ്റ്റ് സൊസൈറ്റി. ഇനി സോഷ്യൽ ആന്ത്രപ്പോളജി ഡീൽസ് വിത്ത് മൂന്നാമത്തെ സെക്ഷനാണ് സോഷ്യൽ ആന്ത്രപ്പോളജി. ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് മാൻ ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹ്യ സ്ഥാപനങ്ങൾ. അതായത് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബം, മതം, എക്കണോമിക്, പൊളിറ്റിക്കൽ, ഇങ്ങനെയുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളിൽ മനുഷ്യരെങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കുന്നതാണ് സാമൂഹ്യ നരവംശാസ്ത്രം. സോഷ്യൽ ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി ആർ വൺ ആൻഡ് ദ സെയിം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സോഷ്യൽ ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യ സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സ്ഥാപനത്തിൽ, കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കുന്നത് തന്നെയാണ് സോഷ്യോളജി. അപ്പോൾ എന്താണ് സോഷ്യൽ ആന്ത്രപ്പോളജിയും തമ്മിലുള്ള വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നും വളരെയധികം കാണാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവാൻ പ്രിച്ചാർഡ് പറയുന്നത് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. ഇനി ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്, മ്യൂച്വൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നരവംശശാസ്ത്രം സാമൂഹ്യശാസ്ത്ര ശാഖയെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സാമൂഹ്യശാസ്ത്ര പഠനം നരവംശശാസ്ത്ര പഠനത്തിനെയും സഹായിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. However, there exists very close and intimate relationship between sociology and anthropology. Both contribute to growth of others. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നുണ്ട്. ബോത്ത് ആർ മ്യൂച്വലി റിലേറ്റഡ് ടു ഈച്ച് അതർ. ഓഫ് കോഴ്സ് സോഷ്യോളജി സ്റ്റഡീസ് സൊസൈറ്റി. നമുക്കറിയാം സോഷ്യോളജി പഠിക്കുന്നത് സമൂഹത്തെക്കുറിച്ചാണ്, ആന്ത്രപ്പോളജി പഠിക്കുന്നത് മനുഷ്യനെക്കുറിച്ചാണ്. അതാണ് ഒരു വ്യത്യാസം. ബട്ട് ആസ് മാൻ ആൻഡ് സൊസൈറ്റി ആർ മ്യൂച്വലി ഇൻ്റർ റിലേറ്റഡ്. മനുഷ്യനും സമൂഹവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരുപാട് മനുഷ്യർ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ സമൂഹത്തെക്കുറിച്ചുള്ള പഠനം മനുഷ്യനെക്കുറിച്ചുള്ള പഠനമൊക്കെ തന്നെ ഏകദേശം സെയിമാണ്. ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സർവേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻ്റർവ്യൂ മെത്തേഡ് ഇങ്ങനെയുള്ള ഓരോന്നും നമ്മൾ നടത്തുന്നത് മനുഷ്യരെ അപ്രോച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻ്റർ റിലേറ്റഡ് ആണ്. ഹെൻസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിങ്വിഷ് ടു. അതുകൊണ്ട് ഇത് രണ്ടും വ്യത്യാസമായിട്ട് പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഹവർ their close relationship can known from the following. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ക്ലോസ് റിലേഷൻഷിപ്പ് പറയുന്നത്? അത് നമുക്ക് ഈ പോയിൻറ്റ്സ് കൊടുക്കാം. ആന്ത്രപ്പോളജി സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആന്ത്രപ്പോളജി ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി കനോട്ട് ബി കംപ്ലീറ്റ്. അതായത് സാമൂഹ്യശാസ്ത്ര പഠനം പൂർണ്ണമാകുന്നില്ല നരവംശശാസ്ത്ര പഠനത്തിൻ്റെ സഹായം ഇല്ലെങ്കിൽ. അതായത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ ഒരു ഭാഗം തന്നെയാണ് നരവംശശാസ്ത്രം. ആന്ത്രപ്പോളജി എന്താണ് അറിവ് നൽകുന്നത്? ഏൻഷ്യൻ സൊസൈറ്റിയെക്കുറിച്ച്, പൂർവിക സമൂഹത്തെക്കുറിച്ച്, പുരാതന സമൂഹത്തെക്കുറിച്ചാണ് നരവംശശാസ്ത്രം അറിവ് നൽകുന്നത്. അത് സോഷ്യോളജി പഠനത്തിന് ഇന്നത്തെ പ്രസൻറ്റ് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നതിന് അനിവാര്യമാണ്. പഴയ സമൂഹത്തെ, പഴയ ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ടു ഹാവ് എ കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്, വളരെ വിശാലമായ ഒരു മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് സോഷ്യോളജി ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ആന്ത്രപ്പോളജി. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിന് നരവംശശാസ്ത്രത്തിൻ്റെ സഹായം ആവശ്യമാണ്. കോൺട്രിബ്യൂഷൻസ് ഓഫ് മെനി ആന്ത്രപ്പോളജിസ്റ്റ് ലൈക്ക് ആർ ബ്രൗൺ, ലിൻറ്റൺ, മീഡ്, പിറ്റാർഡ് എൻറിച്ച് ദ സോഷ്യോളജിക്കൽ നോളജ്. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് നരവംശശാസ്ത്രജ്ഞൻ്റെ സഹായം ആവശ്യമാണ്. ആദ്യകാല നരവംശശാസ്ത്രജ്ഞരാണ് സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ പൈനിയേഴ്സ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സോഷ്യോളജിസ്റ്റ് എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. ദ ഒറിജിൻ ഓഫ് ഫാമിലി, മാരേജ്, റിലീജിയൻ ക്യാൻ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ത്രൂ ആന്ത്രപ്പോളജിക്കൽ നോളജ്. പലപ്പോഴും കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മതം എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നരവംശശാസ്ത്രമാണ് റെഫർ ചെയ്യുന്നത് സോഷ്യോളജിസ്റ്റ്. അതുപോലെ തന്നെ മറ്റ് കൺസെപ്റ്റ്, കൾച്ചറൽ ഏരിയ, കൾച്ചറൽ ട്രേറ്റ്സ്, കൾച്ചറൽ ലാഗ്, ഇതൊക്കെ സോഷ്യോളജി കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് നരവംശശാസ്ത്രജ്ഞരുടെ പഠനങ്ങളിൽ നിന്നാണ്. സോഷ്യോളജി ആക്സെപ്റ്റ് ദ ആന്ത്രപ്പോളജിക്കൽ കൺക്ലൂഷൻ. അതുപോലെ നരവംശശാസ്ത്രജ്ഞർ പഠിച്ചു വച്ചിരിക്കുന്ന അവരുടെ ചില കൺക്ലൂഷൻസ് അതെല്ലാം അതേപോലെ തന്നെ റെഫർ ചെയ്യുകയാണ് സോഷ്യോളജിസ്റ്റ് ചെയ്യുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് റേഷ്യൽ സുപ്പീരിയോറിറ്റി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ഏറ്റവും വംശീയ നിലവാരമുള്ള, ഇപ്പം ഇന്ത്യയിലെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ബ്രാഹ്മണരാണ് ബുദ്ധിശക്തി കൂടുതലുള്ളവരെ, അവർക്കാണ് പഠിക്കാൻ കഴിവുള്ളവർ, അവരാണ് എഴുത്തും അല്ലെങ്കിൽ അധ്യാപനവും നടത്തിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് യാതൊരു ബന്ധവുമില്ല എന്നാണ് നരവംശശാസ്ത്രജ്ഞരെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ യൂറോപ്യൻ കൾച്ചർ എടുക്കുകയാണ്, യൂറോപ്യൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക് എന്നുള്ള റേഷ്യൽ സുപ്പീരിയോറിറ്റി ഉണ്ട്. അവിടെ റേഷ്യൽ സുപ്പീരിയോറിറ്റി ഏറ്റവും കൂടുതൽ ആണ് എന്ന് പറയുന്നത് വൈറ്റ് വെള്ളക്കാർക്കാണ്. പക്ഷേ അവിടെ ഇതൊന്നും മെൻ്റൽ ഡെവലപ്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് നരവംശശാസ്ത്രജ്ഞർ പഠിച്ചത്. ദ സോഷ്യോളജി ഈസ് ഗ്രേറ്റ്ലി ബെനിഫിറ്റഡ് ബൈ ആന്ത്രപ്പോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ നരവംശശാസ്ത്രജ്ഞരുടെ പഠനത്തിന് സോഷ്യോളജി വളരെയധികം പഠനങ്ങൾ സോഷ്യോളജിക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ
ആന്ത്രപ്പോളജിയുടെ വളർച്ചയ്ക്കും സോഷ്യോളജി ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആന്ത്രപ്പോളജിയുടെ ചില സോഷ്യോളജിസ്റ്റിൻ്റെ റിസർച്ച് അത് പ്രത്യേകിച്ച് എമിൽ ഡർക്കീമിൻ്റെ, ഹെർബർട്ട് സ്പെൻസറിൻ്റെ ഈ റിസർച്ചൊക്കെ ഒരുപാട് നരവംശാസ്ത്രജ്ഞരെയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആന്ത്രപ്പോളജിസ്റ്റ് ഗ്രേറ്റ്ലി ബെനഫിറ്റഡ് ഫ്രം സോഷ്യോളജിക്കൽ റിസർച്ച്. പല ആശയങ്ങൾ, സോഷ്യോളജിയുടെ ആശയങ്ങൾ ആന്ത്രപ്പോളജിയുടെ റിസർച്ചിന് സഹായകരമാണ്. ദസ് ദർ എക്സിസ്റ്റ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി. അപ്പോൾ ഇത് തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. ബോത്ത് സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ബോത്ത് ആർ കൺസേൺ വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ ഇവർ രണ്ട് കൂട്ടരും പഠിക്കുന്നത് സോഷ്യൽ ഗ്രൂപ്പിനെ തന്നെയാണ്. ഫാമിലി, ഫ്രണ്ട്സ്, ട്രൈബ്സ്, ഇതൊക്കെയാണ് രണ്ട് കൂട്ടരുടെയും കൺസേൺ. മെനി ഓഫ് ദ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ഇൻ ബോത്ത് ദ ഡിസിപ്ലിൻസ്. രണ്ട് പഠനശാഖയിലും ഫാമിലീസ്, ഫ്രണ്ട്സ്, ട്രൈബ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോത്ത് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാലും കുറച്ച് വ്യത്യാസങ്ങൾ ഇവർക്ക് എന്തായാലും ഉണ്ട്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ഇൻ്റർ റിലേഷൻഷിപ്പ് ബോത്ത് ഡിഫർ ഫ്രം ഈച്ച് അതർ. ഇനി എന്തൊക്കെയാണ് ആ ഡിഫറൻസ് നമ്മൾ പറയേണ്ടത്? അപ്പോൾ നമുക്ക് സിമിലാരിറ്റി മാത്രമല്ല ഡിഫറൻസും പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഡിഫറൻസ് എന്താണ്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സൊസൈറ്റിയാണ്, സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. വേറെ ആന്ത്രപ്പോളജിയോ എ സയൻസ് ഓഫ് മാൻ ആൻഡ് ഹിസ് ബിഹേവിയർ. അവിടെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ചുള്ള പഠനം. രണ്ടാമത്തേത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. നാച്ചുറലി അത് വലിയ വിശാലമാണ്, അതിൻ്റെ തലത്തിൽ എല്ലാ തലങ്ങളും പെടുന്നുണ്ട്. എന്നാൽ ആന്ത്രപ്പോളജിയുടെ തലത്തിൽ പ്രിമിറ്റീവ് മാൻ അല്ലെങ്കിൽ മനുഷ്യൻ ഇതൊക്കെ മാത്രമേ പെടുന്നുള്ളൂ. ബിക്കോസ് സോഷ്യോളജി എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിയുടെ ഇപ്പോൾ മദർ ഓഫ് സയൻസസ് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പാർട്ട് ഓഫ് സോഷ്യോളജി എന്ന് പറയാം ആന്ത്രപ്പോളജി. ഇനി സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ മൊത്തത്തിൽ പഠിക്കുന്നു. എന്നാൽ ആന്ത്രപ്പോളജി അങ്ങനെയല്ല, മനുഷ്യനെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. സൊസൈറ്റിയിലെ ഒരു കാര്യങ്ങളും പഠിക്കുന്നില്ല. സോഷ്യോളജി സ്റ്റഡീസ് സിവിലൈസേഷൻ വിച്ച് ആർ വാസ്റ്റ് ആൻഡ് ഡൈനാമിക്. അപ്പോൾ സോഷ്യോളജി പഠിക്കുന്ന എല്ലാ തരം സിവിലൈസേഷൻ പരിഷ്കാരങ്ങളെയും, നദീതട പരിഷ്കാരങ്ങൾ ഏതെല്ലാമാണെങ്കിലും, ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, എന്ത് സംസ്കാരമാണെങ്കിലും അതെല്ലാം ഏൻഷ്യൻ്റ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്നില്ല, മോഡേൺ സിവിലൈസേഷൻ എല്ലാം തന്നെ പഠിക്കുന്നു. എന്നാൽ അതല്ല ആന്ത്രപ്പോളജീസ് എന്ന് പറഞ്ഞാൽ സംസ്കാരത്തെക്കുറിച്ച്, അതായത് ചെറിയ സ്മോൾ ആൻഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുന്ന ട്രൈബൽ അല്ലെങ്കിൽ വില്ലേജ് കൾച്ചറാണ് ഉദ്ദേശിക്കുന്നത്, വളരെ ചെറുത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ആന്ത്രപ്പോളജി പഠിക്കുകയുള്ളൂ. അല്ലാതെ വലിയ സിവിലൈസേഷനെ കുറിച്ചൊന്നും നരവംശാസ്ത്രജ്ഞർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സോഷ്യോളജി സ്റ്റഡീസ് മോഡേൺ സിവിലൈസ്ഡ് ആൻഡ് കോംപ്ലക്സ് സൊസൈറ്റി. ഒന്നും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ സാമൂഹ്യശാസ്ത്രം കൺസേൺ ചെയ്യുന്ന വിഭാഗം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആധുനിക, പരിഷ്കൃത, സങ്കീർണമായ സമൂഹങ്ങൾ. എന്നാൽ നരവംശാസ്ത്രമാണെങ്കിലോ പുരാതന നോൺ ലിറ്ററേറ്റ് സൊസൈറ്റി, അതായത് നിരക്ഷരരായ പ്രാകൃതരായ സമൂഹത്തെ, ഗുഹാമനുഷ്യരെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്നത്തെ ആദിവാസികളെക്കുറിച്ചും അല്ലെങ്കിൽ കുഗ്രാമത്തിലെ ജീവിതത്തെക്കുറിച്ചും നോൺ ലിറ്ററേറ്റ് സൊസൈറ്റിയെക്കുറിച്ചാണ് ആന്ത്രപ്പോളജി നരവംശാസ്ത്രർ പഠിക്കുന്നത്. ഇതാണ് മെയിൻ വ്യത്യാസം. ഇനി സോഷ്യോളജി സോഷ്യൽ പ്ലാനിങ്ങിന് വേണ്ടിയാണ്, അതായത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുന്നു, അതിന് സജഷൻസ് കൊടുക്കുന്നു, അത് ഗവൺമെൻറ് പ്ലാനിംഗ് പദ്ധതികളിലേക്ക് ഏറ്റെടുക്കുന്നു. എന്നാൽ ആന്ത്രപ്പോളജി എന്തിനാണ്? വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി, ഒരു പഠനത്തിന് വേണ്ടി മാത്രമാണ്, ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. പണ്ടുകാലത്ത് സമൂഹം ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ, അത് സോഷ്യോളജിക്ക് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് ഉപകാരപ്പെടുന്നു എന്ന് മാത്രം. അവിടെ ഒരു പ്ലാനിങ്ങിനും ഒന്നിനും ഒരു സജഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ പ്ലാനിങ് സോഷ്യോളജി മേക്സ് സജഷൻസ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇത്രയുണ്ട്, അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുക, ഇതൊക്കെ സജഷനായിട്ട് സോഷ്യോളജിക്കൽ പഠനത്തിൻ്റെ കൺക്ലൂഷനിൽ വരുന്നുണ്ട്. എന്നാൽ നരവംശാസ്ത്രമാണെങ്കിലോ ഒന്നും ചെയ്യുന്നില്ല, ഇവിടെ ഇങ്ങനെ ആയിരുന്നു എന്ന് മാത്രം പഠിച്ച് കൺക്ലൂഡ് ചെയ്യുന്നു, അത്ര തന്നെ. ഇനി അടുത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻ ദ വേർഡ്സ് ഓഫ് ക്ലക്കോൺ, അദ്ദേഹം പറയുന്നത്
സോഷ്യോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ഹാസ് ടെൻഡഡ് ടുവേർഡ്സ് ദ പ്രാക്ടിക്കൽ ആൻഡ് പ്രസൻറ്റ്. സോഷ്യോളജിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതായത് പ്രാക്ടിക്കലായി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രസൻറ്റ് ലൈഫിന് വേണ്ടി അവർ ഉദ്ദേശിച്ചു വേണ്ടി പഠനം നടത്തുമ്പോൾ ആന്ത്രപ്പോളജിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവർ ജസ്റ്റ് പഴയകാല സമൂഹം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ദ ആന്ത്രപ്പോളജിക്കൽ ആറ്റിറ്റ്യൂഡ് എന്നുണ്ട് കേട്ടോ. അതാണ് അവിടെ ഒരു ഇൻകംപ്ലീറ്റ്. അപ്പം നിങ്ങളത് എഴുതിയെടുക്കുമ്പോൾ ആന്ത്രപ്പോളജിക്കൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പ്യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി പാസ്റ്റ്. പഴയകാല സമൂഹത്തെക്കുറിച്ച് വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആന്ത്രപ്പോളജിക്കൽ പഠനം നടത്തുന്നത്. അപ്പം ഇതാണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി.